കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെങ്ങും വിശ്വാസികൾ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി. 2025 ശിവരാത്രി ഫെബ്രുവരി 26 എവർക്കും അറിയാമല്ലോ. ശിവരാത്രികൾ 4 തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാസശിവരാത്രി, പക്ഷ ശിവരാത്രി, യോഗ ശിവരാത്രി, മഹാശിവരാത്രി എന്നിവയാണ്. ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രിയാണ് മഹാശിവരാത്രിയായിട്ട് കണക്കാക്കുന്നത്. ഈ ദിവസമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത്. ചതുർദശി നാളിലാണ് ശിവരാത്രി വരുന്നത്. പാലാഴി മകന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം കഴിച്ച മഹാദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതീദേവി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച പുണ്യദിനമാണ് ശിവരാത്രി എന്നാണ് കരുതുന്നത്. ശിവരാത്രി ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വ്രതം. വ്രതം എടുക്കുന്നവർ തലേന്ന് ഒരിക്കൽ എടുക്കേണ്ടതാണ്. ശിവരാത്രി ദിവസത്തിൽ വ്രതമെടുക്കുന്ന രീതി ഓരോ സ്ഥലത്തനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ശിവരാത്രിയുടെ തലേന്നും ശിവരാത്രിയുടെ അന്നും മത്സ്യമാംസാദികൾ കഴിക്കരുത്. ശിവരാത്രി വ്രതം എടുക്കുന്നവർ അന്ന് രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. ശിവഭഗവാന്റെ അമ്പലങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിലെ പൂജാമുറിയിലെ ശിവഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ. എത്ര വട്ടം ചൊല്ലാൻ കഴിയുമോ അത്രയും വട്ടം ചൊല്ലുക. ശിവരാത്രി ദിവസം വ്രതം പൂർണ്ണമായി ഉപവസിച്ച് നടത്താവുന്നതാണ്. അതല്ലാതെ ഒരിക്കലൂടെ മാത്രം എടുത്തും നമുക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാം. പഴങ്ങൾ, കരിക്ക് എന്നിവ കഴിക്കാവുന്നതാണ്. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതാനുഷ്ഠാനങ്ങൾ നോക്കുവാൻ. ഉറക്കം ഒഴിക്കുന്നത് ശിവരാത്രിയുടെ നാളിലാണ്. അതായത് ഈ വർഷം ഫെബ്രുവരി 26 ഉറക്കം ഒഴിക്കുന്നവർക്ക് അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നാമജപം നടത്തുകയോ ക്ഷേത്രങ്ങളിലെ യാമപൂജയും മറ്റു ചടങ്ങുകളൊക്കെ കാണുകയോ ചെയ്യാവുന്നതാണ്. ഇതിൽ പോയി ഉറക്കമൊഴിക്കാൻ സാധിക്കാത്തവർ വീട്ടിലെ പൂജാമുറിയുടെ മുന്നിലിരുന്ന് ഭഗവാന്റെ നാമം ചൊല്ലാവുന്നതാണ്. ഭഗവാന്റെ സ്തുതികൾ ചൊല്ലാവുന്നതാണ്. ശിവസ്തുതികളും ശിവ അഷ്ടോത്തരവും ജപിക്കാവുന്നതാണ്. ഈ മന്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിലും ഓം നമഃ ശിവായ എന്ന് നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഭഗവാന്റെ മുന്നിൽ ജപിക്കാവുന്നതാണ്. ഇത്രയും ജപിക്കുന്നു അത്രയും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. രാത്രി ദിവസം അമ്പലത്തിൽ പോകുന്നവർക്ക്, ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ കൂവളത്തിലെ മാല മേടിച്ച് ഭഗവാന് സമർപ്പിക്കുക. ശിവഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായിട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക. അതുപോലെ ശിവരാത്രി ദിവസം നാം ഭസ്മം തൊടേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ദിവസം ഭസ്മം നെറ്റിയിൽ തൊടുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. ശിവരാത്രി ദിവസം രാവിലെ വ്രതം തുടങ്ങുമ്പോൾ ഭസ്മം നനച്ച് വേണം തൊടാനായിട്ട്. ശിവരാത്രി ദിവസം വൈകുന്നേരം ഭസ്മം നനയ്ക്കാതെ വേണം നെറ്റിയിൽ തൊടുവാൻ. ശിവരാത്രിയുടെ പിറ്റേന്ന് രാവിലെ 8:53 വരെ ചതുർദശിയാണ്. ആ സമയം വരെ ഉണ്ടാവും ശിവരാത്രി വ്രതം. അതിനുശേഷം ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ചോ വീട്ടിലെ പൂജാമുറിയിലുള്ള തീർത്ഥജലം സേവിച്ചോ നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ശിവരാത്രി വ്രതം സാധാരണ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാം എടുക്കാവുന്നതാണ്. കുലവാലായ്മ ഉള്ളവർ ശിവരാത്രി വ്രതം എടുക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരിക്കലോ പൂർണ്ണവ്രതമോ എടുക്കാവുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ തേടാനും ആരോഗ്യം നന്നായിരിക്കാനും ആയുസ് വർദ്ധിക്കാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ദാമ്പത്യവും കുടുംബജീവിതവും സമാധാനപരമാകാനും മരണഭയം ഇല്ലാതാക്കാനും മോക്ഷം നേടാനും അടക്കം സകലൈശ്വര്യദായകമാണ് ശിവരാത്രി വ്രതം. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട്
ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകാൻ രാത്രി വ്രതം നോൽക്കുന്നത് പോലെ ഫലവത്തായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അത്രേ. ഈ മഹാശിവരാത്രി ദിനത്തിൽ ഏവർക്കും ശ്രീ മഹാദേവ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.